അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 30-ാമത്തെ ആയത്തിന്റെ 3-ാമത്തെ ക്ലാസ്സാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് എടുക്കാൻ പോകുന്നത്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറഞ്ഞ ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ, ഞാനിതാ ഭൂമിയിൽ ഒരു ഖലീഫയെ ഏർപ്പെടുത്താൻ പോകുകയാണ് എന്ന് പറഞ്ഞതിലെ ഖലീഫ എന്ന പ്രയോഗം, അതിനെക്കുറിച്ച് വിശദമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഞാനിതാ ഭൂമിയിൽ ഒരു ഖലീഫയെ ഏർപ്പെടുത്താൻ പോകുന്നു എന്ന് അല്ലാഹു പറഞ്ഞത്. ആ സന്ദർഭത്തിൽ ആ മലക്കുകൾ അല്ലാഹുവോട് പറഞ്ഞ കാര്യവും നമ്മുടെ ഇന്നത്തെ പഠനത്തിൽ പ്രസക്തമായ ഒരു ഭാഗമാണ്. എന്താണ് അവിടെ മലക്കുകൾ പറഞ്ഞത്? ഖാലു അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാഅ, അവിടെ നാശമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെയാണോ അവിടെ നീ ഏർപ്പെടുത്തുന്നത് എന്നാണ് മലക്കുകൾ പറഞ്ഞത്. സഹോദരങ്ങളെ, അള്ളാഹു ഇവിടെ ഈ ആയത്തിൽ പറയുന്നത് അള്ളാഹു ഒരു ഖലീഫയെ ഏർപ്പെടുത്താൻ പോകുന്നു എന്നാണ്. അള്ളാഹു ഇവിടെ അള്ളാഹുവിന്റെ ഖലീഫയെ നിയമിക്കാൻ പോകുന്നു എന്നല്ല പറഞ്ഞത്. മനുഷ്യൻ ഒരു ഖലീഫയാണ് എന്ന് പറയുന്നതും മനുഷ്യൻ അള്ളാഹുവിന്റെ ഖലീഫയാണ് എന്ന് പറയുന്നതും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഈ വിഷയത്തിന്റെ ഗൗരവം എത്രമാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി സ്വഹാബത്തുമായി ബന്ധപ്പെട്ട 2 ചരിത്ര സംഭവങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഈ ഉള്ളവൻ ക്ഷണിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽ നിന്ന് നേർക്കുനേരെ ദീൻ പഠിക്കാൻ സൗഭാഗ്യം ലഭിച്ച താബിഈകളിൽ വലിയ പണ്ഡിതനായി അറിയപ്പെട്ട മഹാനായ ഇബ്നു അബി മുലൈക്ക റഹിമഹുള്ള, മദീനയിലെ വലിയ ഫുഖഹാക്കളിൽപ്പെട്ട പണ്ഡിതനായിരുന്നു അദ്ദേഹം. ഹിജ്റ 117 അദ്ദേഹം മരണപ്പെടുന്നത്. ഈ ഇബ്നു അബി മുലൈക്ക റഹിമഹുള്ള നിവേദനം ചെയ്ത 2 സംഭവങ്ങൾ ഇമാം നവവി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അദ്കാറിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്. എന്താണ് ആ വിഷയം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഖലീഫയായി ചുമതലയേറ്റ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു വ്യക്തി കടന്നു വന്നുകൊണ്ട് അദ്ദേഹത്തിനുള്ള അഭിസംബോധനയായി അയാൾ വിളിക്കുകയാണ്, യാ ഖലീഫത്തല്ലാഹ്, അള്ളാഹുവിന്റെ ഖലീഫെ എന്ന് ആ സമയം വിളിക്കുക. ആ സമയം എന്താണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തത്? ഫഖാല, അദ്ദേഹം പറഞ്ഞു, അനാ ഖലീഫത്തു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫയാണ്. വ അനാ റാളിം ബിദാലിക, ഞാൻ അതുകൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്യുന്നു എന്നാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ ഒരു വ്യക്തി ഈ ഉമ്മത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പോയിട്ടാണ് അള്ളാഹുവിന്റെ ഖലീഫെ എന്ന് അഭിസംബോധന ചെയ്ത് വിളിക്കുന്നത്. ഉടനെ തന്നെ ആ വിളിയുടെ അപകടം മനസ്സിലാക്കിയ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ മനുഷ്യന് തിരുത്തിക്കൊടുക്കുകയാണ്. ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫയാണ് എന്ന് ആ സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ടാണ് ആ മനുഷ്യന് തിരുത്തിക്കൊടുക്കുന്നത്. എന്തുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ ഖലീഫ എന്ന വിളി ഇഷ്ടപ്പെട്ടില്ല? ഇൻഷാ അല്ലാഹ് അത് നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. വിശദീകരിക്കാം. അതിനു മുമ്പ് ഇബ്നു അബി മുലൈക്ക റഹിമഹുള്ള നിവേദനം ചെയ്ത 2-ാമത്തെ സംഭവം കൂടി നമ്മൾ പഠനവിധേയമാക്കേണ്ടതുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിന് ശേഷം ഖലീഫയായി ചുമതലയേറ്റ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ അടുക്കലും ഇതുപോലെ ഒരു വ്യക്തി കടന്നു വന്നുകൊണ്ട് അദ്ദേഹത്തെ വിളിക്കുകയാണ്, യാ ഖലീഫത്തല്ലാഹ്, അള്ളാഹുവിന്റെ ഖലീഫെ എന്ന് വിളിക്കുകയാ. ആ സമയം ഉമർ റളിയല്ലാഹു അൻഹു വളരെ ഗൗരവത്തോടുകൂടി അതിശക്തമായ ഭാഷയിലാണ് പ്രതികരിക്കുന്നത്. എന്താണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്? ഫഖാല, അദ്ദേഹം പറഞ്ഞു, വൈലക ലഖദ് തനാവൽത തനാബുലൻ ബഈദ, നിനക്ക് നാശം, തീർച്ചയായും നീ വളരെ ദൂരം സഞ്ചരിച്ചിരിക്കുന്നു എന്ന ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. നിനക്ക് നാശം എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്. തീർച്ചയായും
നീ വളരെ ദൂരം സഞ്ചരിച്ചിരിക്കുന്നു എന്ന്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്ന ഉമ്മി സമ്മത്തിനി ഉമർ, എന്റെ ഉമ്മ എനിക്ക് ഉമർ എന്ന് പേര് വെച്ചിരിക്കുന്നു. ഫലൗ ദഅൗതനി ബിഹാദൽ ഇസ്മി ഖബിൽതു, അതുകൊണ്ട് നീ ആ പേര് കൊണ്ട് എന്നെ വിളിക്കുകയാണ് എങ്കിൽ അത് ഞാൻ സ്വീകരിക്കാം. സുമ്മ കബിർതു ഫകുന്നീതു അബാ ഹഫ്സിൻ, പിന്നീട് ഞാൻ വലുതായപ്പോൾ എനിക്ക് അബൂ ഹഫ്സ എന്ന കുനിയത്ത്, ഒരു നിക്നെയിം ലഭിച്ചു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയാ. ഫലൗ ദഅൗതനി ബിഹി ഖബിൽതു, അതുകൊണ്ട് നീ ആ പേര് കൊണ്ട്, ആ നിക്നെയിം കൊണ്ട് എന്നെ വിളിക്കുകയാണ് എങ്കിൽ, അബൂ ഹഫ്സ എന്ന് എന്നെ വിളിക്കുകയാണ് എങ്കിൽ അത് ഞാൻ സ്വീകരിക്കാം. സുമ്മ വലിതുമൂനി ഉമൂറക്കും, അതിനുശേഷം നിങ്ങളുടെയൊക്കെ കാര്യങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നോക്കാൻ എന്നെ ചുമതലപ്പെടുത്തി. ഫസമ്മൈതൂനി അമീറൽ മുഅ്മിനീൻ, അങ്ങനെ എന്നെ അമീറുൽ മുഅ്മിനീൻ എന്ന പേര് വിളിക്കാൻ തുടങ്ങി. ഫലൗ ദഅൗതനി ബിദാക കഫാക, അതുകൊണ്ട് നീ ആ പേര് കൊണ്ട് എന്നെ വിളിക്കുകയാണ് എങ്കിൽ അത് ഞാൻ സ്വീകരിക്കാം, അത് ഞാൻ മതിയാക്കാമെന്നാണ് ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്. സഹോദരങ്ങളെ, എത്ര ഗൗരവമായാണ് ഈ വിഷയം അവരെടുത്തത് എന്ന് നോക്കൂ. എത്ര ശക്തമായാണ് ഉമർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ ഖലീഫ എന്ന വിളി ഒരു മനുഷ്യൻ നടത്തിയതോട് പ്രതികരിച്ചത് എന്ന് നോക്കൂ. എന്തുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും ഈ രൂപത്തിൽ പ്രതികരിച്ചു? മനുഷ്യൻ അള്ളാഹുവിന്റെ ഖലീഫയാണ് എന്ന പ്രയോഗം അത് അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ കുറവുകൾ വരുത്തുന്നത് കൊണ്ടാണ് സഹോദരങ്ങളെ. അതാണ് അതിനുള്ള മറുപടി. ഇവിടെ ഈ ആയത്തിൽ സൂചിപ്പിച്ച ഖലീഫ എന്ന പദത്തിന്റെ അർത്ഥവും അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുമ്പോൾ ഒരു ഖലീഫയെ ഏർപ്പെടുത്താൻ പോകുന്നു എന്ന് പറഞ്ഞതിന്റെ താല്പര്യവും പൂർവികരായ സലഫു സാലിഹീകളിൽ നിന്ന് പഠിക്കുമ്പോൾ അത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും. ഖലീഫ എന്ന പദം അത് അറബി നിഘണ്ടുകളിലും അതുപോലെ തന്നെ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലുമൊക്കെ അതിന് നൽകിയ അർത്ഥം മൻ യഖ്ലുഫു ഗൈറഹു വയഖൂമു മഖാമഹു എന്നാണ് സഹോദരങ്ങളെ. അതായത് മറ്റൊരാൾക്ക് പുറകിൽ വരികയും അയാളുടെ സ്ഥാനത്ത് നിലകൊള്ളുകയും ചെയ്യുന്നവൻ എന്നാണ് ഈ ഖലീഫ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ടാണ് മലയാളത്തിൽ പിൻഗാമി, അനന്തരഗാമി, പ്രതിനിധി എന്നൊക്കെ ഖലീഫ എന്ന പദത്തിന് നമ്മൾ അർത്ഥം കൊടുത്ത് കാണുന്നത്. അള്ളാഹുവിന് ഒരു പിൻഗാമി ഉണ്ടാവുക എന്ന് പറയുന്നത്, അള്ളാഹുവിന് ഒരു അനന്തരഗാമി ഉണ്ടാകുക എന്ന് പറയുന്നത്, അള്ളാഹുവിന് ഒരു പ്രതിനിധി ഉണ്ടാകുക എന്ന് പറയുന്നത്, ഇതൊന്നും പരിശുദ്ധനായ അള്ളാഹുവിന്റെ പദവിക്ക് യോജിക്കുന്ന കാര്യങ്ങളല്ല സഹോദരങ്ങളെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, മാലഹും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ വലാ യുശ്രികു ഫീ ഹുക്മിഹി അഹദാ, അവന് പുറമെ അവർക്ക്, ആ മനുഷ്യർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല, തന്റെ തീരുമാനാധികാരത്തിൽ യാതൊരാളെയും അവൻ പങ്കുചേർക്കുകയില്ല എന്ന് സൂറത്തുൽ അൽ ഖഹഫിലെ 26-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള വിഷയമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരർത്ഥത്തിലും അള്ളാഹു അവന്റെ ഏതെങ്കിലും ഒരു അധികാരമോ ഏതെങ്കിലും ഒരു പ്രവൃത്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാധ്യതയോ ഒരാൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുകൊടുക്കുകയില്ല. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ഈ വിഷയത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികൾ അള്ളാഹുവിന്റെ ഖലീഫ എന്ന പ്രയോഗം ഉപയോഗിക്കുന്നതിനെ അതിശക്തമായി എതിർത്തത്. ഞാൻ അള്ളാഹുവിന്റെ ഖലീഫയല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫയാണ് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തരുവാൻ കാരണം അതാണ് സഹോദരങ്ങളെ. ഇനി നമ്മൾ പഠിക്കേണ്ടത്, ഞാനിതാ ഭൂമിയിൽ ഒരു ഖലീഫയെ ഏർപ്പെടുത്താൻ പോകുകയാണ് എന്ന് അള്ളാഹു പറഞ്ഞതിൽ അത് ആദം നബി അലൈഹി ഇസ്ലാമിയെ മാത്രം ഉദ്ദേശിച്ചു കൊണ്ടുള്ളതല്ല, മറിച്ച് ഭൂമിയിൽ വരാനിരിക്കുന്ന ആളുകളും അതിൽ ഉൾപ്പെടുമെന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അതിനുള്ള തെളിവാണ് സൂറത്തുൽ അൻആമിലെ 165-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഹുവല്ലദീ ജഅലകും ഖലായിഫൽ അർള്, അവനാണ് നിങ്ങളെ ഭൂമിയിൽ ഖലീഫമാരാക്കിയത്, പിന്തുടർച്ചാവകാശികളാക്കിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. വേറെയും ഒരുപാട് സ്ഥലങ്ങളിൽ ഭൂമിയിൽ മനുഷ്യനെ ഖലീഫയാക്കിയത്, പ്രതിനിധിയാക്കിയത്, പിന്തുടർച്ചാവകാശികളാക്കിയത് അത് അല്ലാഹു ആണ് എന്ന് ഖുർആനിൽ പല സ്ഥലങ്ങളിൽ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, ഞാനിതാ ഭൂമിയിൽ ഒരു ഖലീഫയെ ഏർപ്പെടുത്താൻ പോകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോൾ ആ സന്ദർഭത്തിൽ മലക്കുകൾ അല്ലാഹുവോട് പറഞ്ഞതെന്താ? അവിടെ നാശമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെയാണോ അവിടെ നീ ഏർപ്പെടുത്തുന്നത് എന്നാണ്. ഇവിടെ മലക്കുകൾക്ക് എങ്ങനെയാണ് സഹോദരങ്ങളെ മനുഷ്യൻ നാശമുണ്ടാക്കുന്ന, രക്തം ചിന്തുന്ന പ്രകൃതമുള്ള ആളുകളാണ് എന്ന് മനസ്സിലായത്? അതുപോലെ തന്നെ ഖലീഫ എന്ന പദത്തിന്റെ അർത്ഥം പ്രതിനിധി എന്നും പിൻഗാമി എന്നൊക്കെയാണ് എങ്കിൽ ഈ അർത്ഥം എങ്ങനെയാണ് ആദം നബി അലൈഹിസ്സലാമക്ക് ബാധകമാകുക? ഈ രണ്ട് കാര്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് സഹോദരങ്ങളെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ പറയുന്നത്. ഇമാം ഹാക്കിം അദ്ദേഹത്തിന്റെ മുസ്തദ്റക്കിൽ രേഖപ്പെടുത്തിയ
ഇമാം ദഹബി റഹിമഹുള്ള അതിനോട് യോജിപ്പ് രേഖപ്പെടുത്തിയ ഒരു റിപ്പോർട്ടാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആദം നബി അലൈഹിസ്സലാമിയെ സൃഷ്ടിച്ചതിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ജിന്നുവർഗത്തെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ്. ആ ജിന്നുകൾ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളിൽ നിന്നുള്ള ഒരു സൈന്യത്തെ നിയോഗിക്കുകയും അവരെ ആക്രമിച്ചുകൊണ്ട് ആട്ടിയോടിക്കുകയും ഭൂമിയിലെ ദ്വീപുകളിലേക്കും കടലുകളിലേക്കും ഒക്കെയായി അവരെ പായിപ്പിച്ചു കളഞ്ഞു എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ചില ഇസ്രായേലി ചരിത്രങ്ങളിൽ കാണാം, അതിന്റെയൊക്കെ ആധികാരികത നമുക്കറിയുകയില്ല. അല്ലാഹു അഅലം എന്ന് പറയുവാനാ നമുക്ക് നിവൃത്തിയുള്ള സഹോദരങ്ങളെ. അന്ന് ആ ജിന്നുകളെ നശിപ്പിക്കുന്നതിന് വേണ്ടി നേതൃത്വം നൽകിയ, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചിരുന്ന ജിന്നുകൾക്കിടയിൽ വലിയ ഭക്തിയുള്ള ആളായിരുന്നു ഇബ്ലീസ് എന്നാണ്. അതുകൊണ്ടാണ് മലക്കുകൾക്കിടയിൽ പോലും വലിയ സ്ഥാനം അന്ന് ഇബ്ലീസിന് ലഭിച്ചത് എന്ന് ചില പണ്ഡിതന്മാർ അഹ്ലുൽ കിതാബിൽ നിന്ന് ഉദ്ധരിച്ചത് നമുക്ക് കാണാൻ കഴിയും. അതിന്റെ സത്യത എത്രമാത്രമാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല. ഏതായാലും സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് മനുഷ്യൻ രക്തം ചിന്തുന്ന, നാശമുണ്ടാക്കുന്ന സ്വഭാവമുള്ളവരാണ് എന്ന് മലക്കുകൾ മനസ്സിലായത്. ഇതേ സ്വഭാവമുള്ള ജിന്നുകളെ ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമക്ക് മുമ്പ് സൃഷ്ടിച്ചിട്ടുള്ളത് കൊണ്ടാണ്. ആ ജിന്നുവർഗത്തിന് പുറകെ വരുന്ന എന്ന അർത്ഥത്തിൽ കൂടിയാണ് മനുഷ്യനെ ഈ ആയത്തിൽ ഖലീഫ എന്ന പദത്തിൽ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്. ഒരു തലമുറക്ക് ശേഷം മറ്റൊരു തലമുറയും, ഒരു കാലക്കാർക്ക് ശേഷം മറ്റൊരു കാലക്കാരുമായി കൊണ്ട് ചിലർക്ക് പിന്നിൽ ചിലർ വന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ എന്ന അർത്ഥത്തിലാണ് ഖലീഫ എന്ന പദം മൊത്തത്തിൽ ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. ഇക്കാര്യം ഇബ്നു കസീർ റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ തെളിവുകൾ സഹിതം സമർത്ഥിച്ചുകൊണ്ട് ഈ വിഷയം അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. തഫ്സീർ പണ്ഡിതന്മാർക്കിടയിൽ ധാരാളം അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വിഷയം കൂടിയാണ് ഇത് എന്ന് ഇത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കളിൽ നിന്ന് സ്വഹിയായ രൂപത്തിൽ ഒരു വിശദീകരണം ലഭിച്ചാൽ അത് നമ്മൾ ഗൗരവമായി പരിഗണിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് എന്ന് കൂടി ഉണർത്തുകയാണ്. ഇനിയും ഈ ആയത്തിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.